ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. ഈ ഒരു പുഡിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ജലാറ്റിനോ ചൈന ഗ്രാസോ കോൺഫ്ലോറോ മൈദയോ ഇങ്ങനെയുള്ള യാതൊരു കാര്യവും ഉപയോഗിക്കുന്നില്ല. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഈ ഒരു പുഡിംഗ് തയ്യാറാക്കാം. ഉണ്ടാക്കാൻ വളരെയധികം എളുപ്പമാണ്. ആരും ചിന്തിക്കാത്ത 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈസി പുഡിങ്ങിന്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു നല്ല വൃത്തിയുള്ള ഒരു വെള്ള തുണി ഇട്ട് കൊടുക്കാം. ടവലോ എന്തായാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് പാക്കറ്റിൽ വാങ്ങിച്ച തൈരാണ്, വീട്ടിലുണ്ടാക്കുന്നതോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ആ തുണിയുടെ സൈഡെല്ലാം കൂടി അങ്ങ് കൂട്ടിപ്പിടിച്ച് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് നമുക്കൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആ വെള്ളം മുഴുവനൊന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയാണ്. രണ്ട് നല്ലപോലെ വെള്ളമുണ്ട് തൈരിൽ. ഇപ്പം ഇതിങ്ങനെ കുറേ പ്രസ് ചെയ്യുമ്പോൾ അതിന് തൈരും കൂടെ പുറത്തോട്ട് ചാടാൻ തുടങ്ങും. അപ്പം നമുക്ക് അവിടെ നിർത്താം. ഇപ്പം ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. അതൊന്ന് പഞ്ചസാര ഒന്ന് ലൈറ്റായിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് ഒന്ന് ആക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ആദ്യം നമുക്ക് തീ ഹൈ ഫ്ലെയിമിൽ വെക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ അധികം കളറൊന്നായി പോകരുത്. അപ്പോൾ ഇതുപോലെ ഡാർക്ക് കളർ ആയി വരുന്നുണ്ട്. ചെറുതായിട്ട് ഡാർക്ക് കളർ ആകുമ്പോൾ തന്നെ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്താലും മതി. ഒരുപാട് ഡാർക്ക് കളറാവാൻ കാത്തു നിൽക്കരുത്. ലൈറ്റായിട്ടുള്ള ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് നല്ലത്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. 2 കപ്പൊക്കെ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം പാൽ ഒഴിക്കുമ്പോഴത്തേക്കും ഇതൊക്കെ നന്നായിട്ട് പഞ്ചസാര നല്ല കട്ടിയായിട്ട് വരും. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അത് തിളയ്ക്കുമ്പോഴത്തേക്കും അതങ്ങ് മെൽറ്റ് ആയിക്കോളും. അതുകൊണ്ട് തിളയ്ക്കുമ്പോഴത്തേക്കും തന്നെ എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ച് കുറച്ചൊന്ന് വറ്റിക്കണം. ഇനി ഇതിലേക്ക് ഇപ്പം തന്നെ നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു കളറിലാണ് വന്നിട്ടുള്ളത്. ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ചായയുടെ കളറാണുള്ളത്. ഒരുപാട് ഡാർക്ക് കളർ ആവരുത് കേട്ടോ. നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്യുമ്പോൾ ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ മതി. ഡാർക്ക് കളർ ആകുമ്പോഴത്തേക്കും കരിഞ്ഞ ഒരു ടേസ്റ്റിലേക്ക് വന്നു പോകും. അപ്പം അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് നമുക്ക് ഓഫായി കൊടുക്കാം. അതവിടെ ഇരിക്കട്ടെ, ഒന്ന് തണുക്കട്ടെ. ഒരുപാട് അങ്ങ് തണുത്തൊന്നും പോകണ്ട. ആ സമയത്ത് നമുക്കൊന്ന് നമ്മുടെ തൈരൊന്ന് എന്തായെന്ന് നോക്കാം. വേണ്ട തൈരിൻ്റെ ആ തുണി ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്കും നല്ല കട്ട ആയിട്ടുണ്ടാകും. എല്ലാ വെള്ളവും പോയിട്ട് നല്ല കട്ടയായിട്ടുള്ള ഒരു കേടാണ്. അതിൻ്റെ പേര് ഹങ് കേട് എന്നാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും കേട്ടോ. ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നല്ല സ്മൂത്തായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ച് നമുക്ക് സ്മൂത്താക്കി എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചോ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇളക്കുമ്പോൾ ആ വിസ്കിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിയിരിക്കും. അപ്പോൾ അതൊന്ന് തട്ടിയിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് കുറച്ച് സമയം ഇളക്കുമ്പോഴത്തേക്കും നല്ല സ്മൂത്തായിട്ട് നല്ലൊരു ക്രീമി പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ പാലുണ്ടല്ലോ, നമ്മുടെ കാരമൽ മിൽക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചത്, അത് ചെറിയ ചൂടുണ്ട് കേട്ടോ. ചെറുതെന്ന് പറഞ്ഞാൽ ഇളം ചൂടൊന്നുമല്ല, അത്യാവശ്യം നല്ല ചൂടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് മാത്രം എടുത്ത് ഈ ഒരു തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരുമിച്ച് ആദ്യമേ ഒഴിക്കേണ്ട. അപ്പോൾ നമുക്ക് മിക്സ് ആക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ഒരുമിച്ച് ഒഴിച്ചു എന്ന് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്കങ്ങ് മുഴുവനായിട്ടും അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ വിസ്ക് വെച്ച് തന്നെ ഇളക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞങ്ങ് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചോ ഇളക്കി കൊടുത്താൽ മതി. തൈരിൻ്റെ കട്ടകളൊക്കെ ഉടഞ്ഞ് അതിൽ മിക്സായിട്ട് വരണം. അതാണ് ഇതപ്പം തൈരും പാലും എല്ലാം നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് മതി. കണ്ട നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണോ നമുക്ക് വേണ്ടത്, പുഡിംഗ് വേണ്ടത്, ആ പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഇപ്പം ഞാൻ ഈ ഷേപ്പിലുള്ള മോൾഡാട്ടോ എടുക്കുന്നത്. ഒരു ഭംഗിക്ക് വേണ്ടി എടുക്കുന്നതേ ഉള്ളൂ. അതിലേക്ക് കുറച്ച് ബട്ടർ ആക്കിയിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കുന്നുണ്ട്. പെട്ടെന്ന് ഡിമോൾഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ്. സ്റ്റീലിൻ്റെ സാധാരണ പാത്രമോ അല്ലാന്നുണ്ടെങ്കിൽ ചായയുടെ കപ്പോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു മിക്സ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ നിറച്ചും അങ്ങ് എടുക്കുന്നില്ല, കുറച്ച് മാത്രം ഞാൻ ചായയുടെ കപ്പിലേക്ക് ബാക്കി ഒഴിച്ചു വെക്കുന്നുണ്ട്. കാരണം നമുക്ക് കപ്പിൽ നമുക്ക് ഉണ്ടാക്കാം എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ബാക്കി എടുത്ത് ഒഴിച്ചു വെക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് ആവിയിൽ വേവിച്ച് എടുക്കണം. ഒന്ന് ആവി വേവിച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല തിക്ക്
തിക്കായിട്ട് കിട്ടും. ഇതിനിപ്പം ഇപ്പം തന്നെ ആവിയിൽ വേവിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി മുഴുവനും വെച്ച് പിറ്റേ ദിവസവും ആവിയിൽ വെച്ച് തിക്കാക്കിയെടുക്കാം. ഇനി ഇത് നമ്മുടെ അലൂമിനിയം ഫോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ട് ജസ്റ്റ് 2-3 തുള ഇട്ട് കൊടുത്തിരുന്ന ആവിവെള്ളം വീഴാതെ നമുക്ക് കിട്ടും. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ വെച്ചിരുന്നാലും മതി. ഈ കപ്പിലുള്ളത് നമുക്ക് അടച്ചങ്ങ് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ നമ്മുടെ സ്റ്റീമറിൽ നിന്ന് നന്നായിട്ട് ആവി വരുന്നുണ്ട്. അപ്പച്ചെമ്പ് ആയാലും മതി. ആദ്യം നമ്മുടെ മോൾഡിൽ ഒഴിച്ചു വെച്ച് തന്നെ വെക്കുകയാണേ. നമുക്ക് സ്റ്റീമർ അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെക്കുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വിട്ടേക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ ആവി വെള്ളം വീഴാനുള്ള സാധ്യതയുണ്ട്. കുറച്ചൊക്കെ വീഴും, അതൊന്നും കുഴപ്പമൊന്നുമില്ല. കൂടുതലായിട്ട് വീഴാതിരിക്കാനായിട്ട് ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരുന്ന് നമുക്കൊരു സ്റ്റീം ചെയ്തെടുക്കണം. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെയൊക്കെ സ്റ്റീം ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ. ചെറിയ കപ്പിലാണെങ്കിൽ 10 മിനിറ്റൊക്കെ മതിയാകും. ഇതിപ്പം വലിയ പാത്രമല്ലേ, അപ്പോൾ അതുകൊണ്ട് 20 മിനിറ്റാണ് ഞാൻ വെക്കുന്നത്. അതിപ്പം 25 മിനിറ്റ് ആയിട്ടോ, ഞാനൊരു 25 മിനിറ്റ് വെച്ചു. അല്ലാന്നുണ്ടെങ്കിൽ വലിയ പാത്രത്തിൽ ഫുള്ളായിട്ടിരിക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും. അത് നമുക്ക് എടുക്കാം. അപ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ടാണുള്ളത്. കുറച്ച് ആവി വെള്ളമൊക്കെ മുകളിൽ വീണിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് സ്പൂൺ വെച്ച് കുറച്ചൊന്ന് അധികമായിട്ടുള്ളത് മാത്രം അങ്ങ് എടുത്ത് മാറ്റാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മാറ്റിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇത് നമുക്ക് നമ്മുടെ ചായയുടെ കപ്പിൽ ഒഴിച്ചിട്ട് പല പാത്രങ്ങളിലോ അല്ലെങ്കിൽ പാത്രങ്ങളിലൊക്കെ ആയിട്ട് ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ 10 മിനിറ്റ് മതിയാവും കേട്ടോ. 10 മുതൽ 15 മിനിറ്റിനുള്ളിൽ തന്നെ ആകും. കാരണം ചെറിയ പാത്രമല്ലേ, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ ഇതിപ്പോൾ വലിയ പാത്രമായതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ സമയം എടുത്തത്. ഇപ്പം ഇതിൻ്റെ മുകളിൽ ഒരുപാട് വെള്ളമൊക്കെ അങ്ങ് തങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ മാത്രം അങ്ങ് എടുത്ത് കളയാം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഒന്ന് തണുക്കട്ടെ. ഇതിപ്പം അത്യാവശ്യം തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 2 മണിക്കൂറൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് വേണം കഴിക്കാനായിട്ട്. അപ്പോഴാണ് നല്ല കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുക. നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിപ്പം 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടുണ്ട്. നമ്മൾ ആവിയേറ്റി എടുക്കുമ്പോൾ തന്നെ നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്ന് തിക്കാവും. നമുക്ക് കൈ കൊണ്ട് പതുക്കെ ഒന്ന് സൈഡ് ഒന്ന് വെടിയിച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഓയിൽ ഗ്രീസ് ചെയ്തിട്ടില്ലെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വിട്ടൊക്കെ കിട്ടും, കുഴപ്പമൊന്നുമില്ല. എന്നാലും കുറച്ചും കൂടെ ഒന്ന് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്തത്. നമുക്ക് ഒരു പ്ലേറ്റ് വെച്ചൊന്ന് കമത്തിയിട്ട് ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ഇളകി വന്നോളൂ. അടിപൊളി. ഒരു പ്രത്യേക ഡിസൈനിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പുഡിംഗ് ഉണ്ടാവുക. ചെറിയ ചെറിയ ഹോൾസ് ഒക്കെ ഉണ്ടാവും അവിടെ എവിടെയൊക്കെ ആയിട്ട്. പിന്നെ ഈ ഒരു മോൾഡ് ആയതുകൊണ്ട് ഈ ഒരു ഷേപ്പും കൂടെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നമുക്ക് ഇതിൻ്റെ നടുക്കായിട്ട് ചെറിയൊരു മിൻറ്റ് ലീഫും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്, ചുമ്മാ ഒരു ഡെക്കറേഷന് വേണ്ടി. അത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ചുറ്റിലും ഹോൾസ് ഒക്കെ ആയിട്ട് ആ ഒരു പ്രത്യേക സ്റ്റൈലിലുള്ള ഒരു ഇത് എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുണ്ടാക്കിയതാണ്. എല്ലാവർക്കും കഴിക്കാം, കൊച്ചു കുട്ടികൾക്ക് മുതൽ കഴിക്കാവുന്നതാണ്. ജെലാറ്റിൻ ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഹെൽത്തിയുമാണ്. അപ്പോൾ ഇനി നമുക്കൊന്ന് കട്ട് ചെയ്യാം. ശരിക്കും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. തൈരും പഞ്ചസാരയും പാലും മാത്രം മതി. ഞാൻ പിന്നെ ബട്ടറും ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്, ഒന്ന് ടേസ്റ്റ് മേക്കറായിട്ട്. അത് മാത്രമേ ഉള്ളൂ. അതോടെ ചേർക്കുമ്പോഴാണ് അത് നല്ല ഒരു ടേസ്റ്റ് കിട്ടുക. ഇത് ശരിക്കും പറഞ്ഞാൽ അതൊരു ബംഗാളി സ്വീറ്റ് ആണ് കേട്ടോ. അത് മിഷ്ടി ദോയി എന്ന് പേരുള്ള ഒരു ബംഗാളി സ്വീറ്റ് ആണ്. പക്ഷെ അത് ഇങ്ങനെയല്ല അവരുണ്ടാക്കുന്നത്. ചെറിയ കപ്പിൽ ആണ് അവരുണ്ടാക്കുക. അതിനകത്ത് കോരി കഴിക്കുന്ന ആ ഒരു പരുവത്തിലാട്ടോ ഉണ്ടാക്കുക. അപ്പം ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ എൻ്റേതായിട്ടുള്ള രീതിയിൽ മാറ്റിയിട്ടുണ്ട്. കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി ഒരു പുഡിംഗ് സ്റ്റൈലിൽ ആക്കിയെടുത്തതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആട്ടോ. നമ്മളത് കുറച്ച് സമയം വെച്ച് ഒരു 8 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ആവിയിൽ വെച്ച് വേവിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ടെക്സ്ചർ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിരിക്കും. അത് അങ്ങനെ മാത്രമേ ഉള്ളൂ. വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. നമുക്ക് കട്ട് ചെയ്യാം. നല്ല സ്മൂത്തായിട്ട് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അടുത്തതും കട്ട് ചെയ്തു. നമുക്ക് പതുക്കെ എടുക്കാം. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ആ ഒരു ടെക്സ്ചറൊക്കെ കണ്ട ഉള്ളിലത്തെ ആ ഒരു നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. നമുക്കിത് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ശരിക്കും നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല, ജെലാറ്റിനോ മൈദയോ കോൺഫ്ലോറോ ഇങ്ങനെ ഒന്നും ചേർക്കാതെ ഇത്രയധികം തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ പുഡിങ് കിട്ടും എന്നുള്ളത്. ഇതിന് പുളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനത്തെ ഒരു പേടിയൊന്നും വേണ്ട. ഇപ്പം നമ്മുടെ സാധാരണ പുഡിങ്ങൊക്കെ പോലെ ഇങ്ങനെ തുള്ളിക്കളിക്കും കേട്ടോ. തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴുവാണ്, അതുപോലെ ഇങ്ങനെ തുള്ളിക്കളിക്കും. നല്ല ഭംഗിയാണ് ഇങ്ങനെ തട്ടിക്കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി കേട്ടോ. നമ്മൾ വിചാരിക്കും ഇതിന് പുളിയൊക്കെ ഉണ്ടാവുമെന്ന്, തൈരൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട്. ഒരു പുളിയുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളി കേട്ടോ. നിങ്ങൾ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ എന്തായാലും തീർച്ചയായിട്ടും പിന്നെ ഉണ്ടാക്കിക്കോളും.
ഇപ്പോൾ ഇതാ ബാക്കിയുള്ളത് ഒരു കപ്പിലൊഴിച്ചിട്ട് ആവിയിൽ വെച്ച് തണുപ്പിച്ച് എടുത്തതാണ്. അതേപോലെ തന്നെ അത് നമുക്ക് ഇതുപോലെ സ്പൂൺ വെച്ച് കോരി കഴിക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ഡിമോൾഡ് ചെയ്ത് മറ്റേ നമ്മൾ സാധാരണ പുഡിങ് ചെയ്യുന്ന പോലെ എടുക്കുകയും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു പുഡിങ്ങാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ചിക്കൂസ് ഡൈൻ ഫാമിലി ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ കാത്തിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.